സാക്ഷര കേരളം മാന്ത്രിക ഏലസിന്റെയും ബാധ ഒഴിപ്പിക്കലിന്റെയും പിന്നാലെ പോവുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിനെതിരെ ബോധവൽക്കരണം ശക്തമാക്കണമെന്നും കേരളത്തിന്റെ കരുത്തായിരുന്ന ശാസ്ത്രബോധവും യുക്തിചിന്തയും കൈമോശം വന്നിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊല്ലത്ത് 31ാമത് സംസ്ഥാന ശാസ്ത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യവെയാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. ഐതിഹ്യങ്ങളും പുരാണ കഥാപാത്രങ്ങളും ശാസ്ത്രവുമായി കൂട്ടിക്കലർത്താനുള്ള ശ്രമം ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാവുകയാണ്. രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥാപാത്രങ്ങൾക്കും സംഭവങ്ങൾക്കും ശാസ്ത്രീയ തെളിവുണ്ടെന്ന് പ്രചരിപ്പിച്ച് രാജ്യത്തിന്റെ പാരമ്പര്യം ഉറപ്പിക്കാനാണ് അക്കാദമിക് മേഖലയിലുള്ളവർ ശ്രമിക്കുന്നത്. കർണൻ ടെസ്റ്റ് ട്യൂബ് ശിശുവാണെന്നും പശു ഓക്സിജൻ പുറത്തുവിടുന്നു തുടങ്ങിയ മണ്ടത്തരങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടെന്നും വളർന്നുവരുന്ന തലമുറയുടെ ശാസ്ത്രബോധത്തെ യുക്തിരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇത് ബോധപൂർവം പ്രചരിപ്പിക്കുന്നു. വികസന സൂചികളിൽ കേരളം ദേശീയ ശരാശരിയേക്കാൾ മുകളിലെത്തിയത് യുക്തിചിന്തയും ശാസ്ത്രബോധവും മുറുകെ പിടിച്ചതുകൊണ്ടാണ്. എന്നാൽ ഇവിടെയും ഇപ്പോൾ ശാസ്ത്രത്തെ ഐതിഹ്യവുമായി ബന്ധപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. തെളിവ് ആവശ്യപ്പെടാനുള്ള വ്യഗ്രതയാണ് കേരളത്തിന്റെ പ്രത്യേകതയായി കണ്ടിരുന്നത്. നമ്മുടെ പ്രത്യേകതകളായിരുന്ന അന്ധമായി വിശ്വസിക്കാനുള്ള വിസമ്മതം, പരീക്ഷണ വ്യഗ്രത തുടങ്ങിയവയെല്ലാം കൈമോശം വന്നുകൊണ്ടിരിക്കുകയാണ്. അക്ഷയ തൃതീയ, ബാധ ഒഴിപ്പിക്കൽ, കമ്പ്യൂട്ടർ ജാതകം, ഓജോ ബോർഡ് തുടങ്ങിയവ കേരളത്തിലും വ്യാപകമായി വരുന്നു. ഇതിനെതിരെ ബോധവൽക്കരണം നടത്തിയേ മതിയാകുമെന്നും കൊല്ലത്ത് 31ാമത് സംസ്ഥാന ശാസ്ത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ശാസ്ത്രബോധവും യുക്തിബോധവും ഇല്ലാത്ത തലമുറയെ വാർത്തെടുക്കാനാണ് വിദ്യാഭ്യാസത്തിന്റെ കാവ്യവൽക്കരണത്തിലൂടെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. വിദ്യാഭ്യാസത്തെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ AKG ഹാളിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ സംരക്ഷണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭരണഘടന അനുശാസിക്കുന്ന മതനിരപേക്ഷതയും ജനാധിപത്യവും ഇല്ലാതാക്കുകയാണ് RSSന്റെ ലക്ഷ്യം. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിച്ചാൽ ലക്ഷ്യം നേടുക എളുപ്പമാണെന്നാണ് അവർ കണക്കുകൂട്ടുന്നത്. RSS തയ്യാറാക്കിയ പദ്ധതികളിലൂടെയാണ് സർക്കാർ വിദ്യാഭ്യാസത്തിന്റെ കാവ്യവൽക്കരണം നടപ്പാക്കുന്നത്. ശാസ്ത്രത്തെയും സത്യത്തെയും നിരാകരിക്കുക എന്നതാണ് ഇതിന്റെ അടിസ്ഥാനം. പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ ഗവേഷണ രംഗം വരെ ഇതിനായി കാവ്യവൽക്കരിക്കുന്നു. ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ പ്രബന്ധങ്ങൾ ഗാന്ധാരിയുടെ പ്രസവം, ഗണപതിയുടെ മുഖം എന്നിവയെക്കുറിച്ചൊക്കെയാണ്. ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം ശാസ്ത്രത്തെ നിരാകരിക്കുന്ന വലതുപക്ഷ ചിന്തകൾ വിദ്യാർത്ഥികളിൽ കുത്തിവെക്കുകയാണ്. ഇതിലൂടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും തകർക്കാമെന്നിവർ സ്വപ്നം കാണുന്നു. ഇതിനായി കേന്ദ്രം കൂട്ടാളികളാക്കിയത് കുത്തകകളെയാണ്. ഇതിന്റെ ഭാഗമായി കോർപ്പറേറ്റുകൾക്ക് സർവകലാശാലകൾ സ്ഥാപിക്കാൻ അനുമതി നൽകി. വൻ ആനുകൂല്യമാണ് ഇവർക്ക് നൽകുന്നത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. 5 വർഷം കൂടി മോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ വിദ്യാഭ്യാസ രംഗത്തെ പൂർണ്ണമായി തകർക്കും. മൃദു ഹിന്ദുത്വവും ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങളും പിന്തുടരുന്ന കോൺഗ്രസിന് ഭരണം കിട്ടിയാലും അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകില്ല. BJPയുടെ നയങ്ങളെ എതിർക്കാനുള്ള പ്രത്യയശാസ്ത്രം കോൺഗ്രസിനില്ല. അതിനാൽ കേന്ദ്രത്തിൽ ഒരു ബദൽ സർക്കാർ അധികാരത്തിൽ വരേണ്ടത് അനിവാര്യമാണ്. രാജ്യത്തെയും വിദ്യാഭ്യാസ രംഗത്തെയും രക്ഷിക്കാനുള്ള ഈ ചുമതല വിദ്യാർത്ഥി സമൂഹം ഏറ്റെടുക്കണമെന്ന് കോടിയേരി ആഹ്വാനം ചെയ്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.